പത്തനംതിട്ട അടൂരിൽ 1.5 വയസ്സുകാരന് തെരുവ് നായയുടെ കടിയേറ്റു. ഗുരുതരമായ പരിക്കാണ് കുട്ടിക്ക് ഏറ്റിരിക്കുന്നത്. മുഹമ്മദ് റംസാൻ എന്ന കുട്ടിക്കാണ് കടിയേറ്റത്. അടൂർ ഏഴംകുളം പ്ലാന്റേഷൻ മുക്കിലാണ് സംഭവം ഉണ്ടായത്. സുജു ടി ബാബുവാണ് ചേർന്നത്. സുജു, എന്താണ് വിവരങ്ങൾ? ദാരുണമായ സംഭവം തന്നെയാണ്. 1.5 വയസ്സ് മാത്രമുള്ള കുഞ്ഞിനാണ് കടിയേറ്റിരിക്കുന്നത്. തെരുവ് നായ്ക്കളെ വീട്ടുകാർ പറയുന്നത് 3-ലധികം തെരുവ് നായ്ക്കൾ ഉണ്ടായിരുന്നു. 4ഓളം തെരുവ് നായ്ക്കൾ എത്തുകയും ഈ കുട്ടിയും സഹോദരനും ഒരുമിച്ച് കളിക്കുമായിരുന്നു. 5 വയസ്സിലുള്ള കുട്ടി തിരുവായ്ക്കൾ എത്തിയപ്പോൾ സഹോദരൻ പേടിച്ചോടി രക്ഷപ്പെടുകയും അതേ സമയത്ത് കുഞ്ഞിനെ ഗുരുതരമായി കടിക്കുകയും ചെയ്തു. തുടർന്ന് തോടയിൽ കുഞ്ഞ് വീഴുകയും ചെയ്തിരുന്നു. നാട്ടുകാരെത്തി കല്ലെറിഞ്ഞാണ് ഈ കുട്ടിയെ തെരുവുനായ്ക്കളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ഈ സമയം കുട്ടിയുടെ അമ്മ അകത്ത് പാചകം ചെയ്യുകയായിരുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ട് ഓടിയെത്തുമ്പോൾ തന്നെ തെരുവുനായ്ക്കൾ ഗുരുതരമായി കുഞ്ഞിനെ കടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. പരിക്ക് ഗുരുതരമാണ്. അതിനാൽ തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. ആദ്യം അടൂർ ജില്ലാശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയപ്പോഴാണ് ഇത് വിദഗ്ധ ചികിത്സ ആവശ്യമെന്ന് ബോധ്യപ്പെടുന്നത്. അതോട് തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ മാറ്റിയിരിക്കുന്നത്. പ്രദേശത്ത് ഏറെ നാളായി തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്ന പരാതിയുമുണ്ട്. എന്തായാലും കുഞ്ഞിന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. വലിയ പരിക്ക് തന്നെയാണ് പറ്റിയിരിക്കുന്നത്. അക്ഷയ്. ശരി സുജു, എന്തായാലും പത്തനംതിട്ട അടൂരിലാണ് 1.5 വയസ്സുകാരന് തെരുവ് നായയുടെ കടിയേറ്റിരിക്കുന്നത്. കുട്ടിയുടെ പരിക്ക് ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.